60% തുക കേന്ദ്ര സർക്കാരും 40% തുക സംസ്ഥാന ഗവൺമെൻറ്റുകളും വഹിക്കണം എന്ന നേരിലാണ് ഈ പുതിയ ബില്ലിലെ വ്യവസ്ഥ വരുന്നതെന്ന്. അതേസമയം ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചിട്ട് ഉണ്ടായിരുന്ന വിമർശനങ്ങൾ അതിനെ ഒന്നും തന്നെ ഈ ബില്ല് അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് ഒരു തെളിവുമില്ല. പ്രധാനമായിട്ടും അന്ന് അഡ്രസ്സ് ചെയ്യുന്നത് ഈ തൊഴിൽ ദിനങ്ങളായിരുന്നു. അത് 100 ദിവസമായിരുന്നു മിനിമം ഇതായിട്ടുണ്ടായിരുന്നത്. അതിനെ ഇപ്പോൾ ഈ പുതിയ ബില്ല് പ്രകാരം 125 ദിവസമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വേതനം, മിനിമം വേതനത്തെക്കുറിച്ചിട്ടുള്ള ഇപ്പോഴുള്ളതെന്ന് ഉയർത്തണമെന്നുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടൊരു പരാമർശമില്ല. 2, ഇപ്പോൾ ഈ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്, ഇതായിരുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരുപാട് അപാകതകളെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ആ വിഷയത്തെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു നിലയിൽ അല്ല ഇത് വന്നിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോൾ ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ ഉള്ള അവകാശങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാവുന്ന തരത്തിലാണ് ഈ പുതിയ ബില്ലിൻ്റെ ഒരു മൊത്തം ആർക്കിടെക്ചർ എന്നാണ് അതിൻ്റെ കുറിച്ചിട്ടുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വിമർശനം പറയുന്നത്.